ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മൾ നൂലിലാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുന്തസ്റ്റോൺ 2 ഫുൾ കുന്തസ്റ്റോൺ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഗിയർ വെയറും ഗിയർ ലോക്കും വെച്ചിട്ടാണ് ഈ പ്രാവശ്യം ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നല്ല 1-2 പേര് കമൻറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിയർ ലോക്കെല്ലാം ചെയ്ത് കാണിച്ചു തരും. അത് മെസ്സേജ് അയച്ചിട്ടുണ്ടായി വാട്സപ്പിൽ. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ആഴ്ചകളോളമായി, 1-2 ആഴ്ചയായി. പക്ഷേ എനിക്കിപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. കാരണം ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നെറ്റിൻ്റെ പ്രോബ്ലംസും വരുന്നുണ്ട്, സ്ലോ ആയിട്ടാണ് കയറുന്നതൊക്കെ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഒരു ദോരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, ഹുക്കില്ലാത്ത ദോരിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യം ഗിയർ വെയർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മാല ഉണ്ടാക്കുന്ന ഗിയർ വെയർ ആണ്, അത് പിടിക്കാൻ പറ്റില്ല. അതെടുത്തിട്ട് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജംറിങ്സിലൂടെ ആഡ് ആക്കിയാലും മതിയിട്ട് ദോരി തന്നെ ചെയ്യണമെന്നില്ല. ഞാനിവിടെ ദോരിയിൽ ഓൾറെഡി ഇങ്ങനെ ചെയ്ത് കൊടുത്തു എന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഗിയർ ലോക്കിലൂടെ ഇട്ട് കൊടുക്കുക. അതൊക്കെ ഞാൻ കുറേ മുൻപിൽ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാ വീഡിയോസിലും. എന്നിട്ട് ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ബാക്കി ബാലൻസ് ഒന്നെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ബീഡ്സ് കയറ്റുന്നതിൻ്റെ ഉള്ളിൽ കൂടെ ചെയ്ത് കൊടുക്കുക. ഇനി സെയിം മെത്തേഡ് തന്നെയാണ്. പിന്നെ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, എൻ്റെ നമ്പർ മിസ്യൂസ് ചെയ്യരുത്. കാരണം വെച്ചാൽ ആരാണ് ചെയ്തത് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കണം, വിളിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ ആരാണ് ഒരു മെയ് അവസാനത്തോടു കൂടിയാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. കുഞ്ഞുങ്ങൾക്കില്ല വെള്ളിയുടെ അരഞ്ഞാണുണ്ടാക്കും ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ റെക്കോർഡായിട്ടാണ് ഞാൻ പറഞ്ഞു, വോയിസ് ആയിട്ട് തന്നെ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യാറില്ല, എനിക്കിപ്പോൾ അതിനൊന്നുള്ള ടൈമും ഇല്ല, ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുമില്ല എന്നാണ്. നമ്മൾ നെക്ലേസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ആവശ്യക്കാർക്കുള്ള കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ച ഒരു 4-5 ദിവസമായിട്ട് ആൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ആൾ റെക്കോർഡല്ല പറയുന്നത്, മലയാളിയാണ് എനിക്ക് മനസ്സിലായി. കാരണം നല്ല മലയാളത്തിൽ, നല്ല ശുദ്ധ മലയാളത്തിൽ തന്നെ എനിക്ക് എഴുതിയിട്ടുണ്ട്, കുട്ടികൾക്കുള്ള അരഞ്ഞാണം ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ ഞാൻ റെക്കോർഡ് വിട്ടു. കഴിഞ്ഞ മാസം പറഞ്ഞതല്ലേ, ഇപ്പോൾ ആളെന്നെ അയക്കണം എന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ റെക്കോർഡ് വിട്ടു. ഞാൻ ചെയ്യലില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം, ഞാനങ്ങനെ ചെയ്ത് കൊടുക്കാറില്ല എന്ന് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം തന്നെ രാവിലെ തന്നെ വിളിക്കുന്നുണ്ട്. നമുക്കൊക്കെ രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അപകടം അങ്ങനെ എന്തെങ്കിലും ആയിട്ടായിരിക്കും രാവിലെ വിളിക്കുമ്പോൾ പേടിക്കും. ഇവരാണ്, ഇതാണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ല, ആരാണെങ്കിലും. എൻ്റെ അടുത്ത് നമ്പറുണ്ട്, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ആൾ പറഞ്ഞ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്താ പറയുക, ഞാൻ പിന്നെയും രാവിലെ തന്നെ നമ്മൾ എന്തെങ്കിലും തിരക്കിട്ട പണിയില്ലെങ്കിൽ വാട്സപ്പ് കോൾ ചെയ്യും. വാട്സപ്പ് കോൾ ചെയ്യുന്നത് നമ്മൾ എടുക്കാൻ ചെല്ലുന്ന നോക്കുമ്പോൾ കട്ടാക്കും. പിന്നെ എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ പറഞ്ഞു, പിന്നെ എനിക്ക് മെസ്സേജ് അയച്ചു, ഉണ്ടാക്കി തരാൻ പറ്റുമോ, മലയാളത്തിൽ തന്നെ എഴുതി. അതിൽ ഞാൻ നോ എന്ന് എഴുതി വിട്ടു. അപ്പോൾ പറഞ്ഞു വോയിസിൽ പറ. അപ്പോൾ എനിക്കിത് മനസ്സിലായി, ഇത് സൂക്കേട് വേറെയുള്ള ആൾക്കാരാണെന്ന് മനസ്സിലായി. കാരണം നോ എന്ന് എഴുതിയാൽ ഇതിപ്പോൾ ഒരു തമിഴത്തിയാണെങ്കിലും ഏത് തമിഴന്മാരാണെങ്കിലും ആരാണെങ്കിലും മനസ്സിലാവും. മലയാളികൾ മനസ്സിലായി, കാരണം പച്ച മലയാളത്തിൽ എഴുതി വിട്ടത്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞതെല്ലാം ഇതാകത്തുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായത് മലയാളി തന്നെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുടെ ദയവ് ചെയ്തിട്ട് പറയാനുള്ളത്, ഒന്നെങ്കിൽ ഞാനത് പബ്ലിക്കാക്കും. ഇനി ഞാനത് ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ അങ്ങനത്തെ ആൾക്കാർ സുഖമുള്ള ആൾക്കാരാണ് നമ്മളത് ഫോണ് യൂട്യൂബിൽ പബ്ലിക്കാക്കി ഇടും. കാരണം നിങ്ങളെ നമ്പറും സ്ക്രീൻഷോട്ടൊക്കെ നമ്മളെ കയ്യിലുണ്ട്, നമ്മൾ പബ്ലിക്കാക്കും. അപ്പോൾ ആർക്കാ നാണക്കേടെന്നറിയാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വഴിക്ക് പോകും. അപ്പോൾ എനിക്കിതുവരെ അതിന് വഴിക്ക് പോകാൻ വന്നിട്ടില്ല. ഇതേപോലത്തെ ഓരോ സോക്കേടാർ വിളിക്കലുണ്ട്. എനിക്ക് വിളിച്ചിട്ട് ഇന്നറിയില്ല അങ്ങനെ അറിയില്ല, എനിക്ക് ആരും അറിയില്ല എന്ന് ഞാൻ ഒറ്റ ഫോൺ കട്ട് ചെയ്യില്ല. പിന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബ്രദേഴ്സും ഉണ്ട്, 3 ആങ്ങളാർ എനിക്കും ഉണ്ട്, എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. അത് അവരെ കയ്യിൽ ഞാൻ ഫോൺ കൊടുക്കും, അവരോട് ട്രേസ് ചെയ്യാൻ പറയും നമ്പർ. അവർ നല്ല പച്ച തെറിയോട് പറയും, പിന്നെ അവർ നിർത്തും. അപ്പോൾ നമ്മൾ നമ്പർ പബ്ലിക്കാക്കി എഴുതിയിട്ട് അങ്ങനെ വിളിക്കാൻ നിൽക്കേണ്ട, നമ്മൾ അതിൻ്റെ പണിക്ക് നോക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇത് ഒരു കാര്യം അതാണ് പറയാനില്ല കേട്ടോ. അപ്പോൾ അതോടുകൂടി തന്നെ നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ തന്നെ സെൻറ്ററിൽ ഇതിങ്ങനെ വെച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ആ വീഡിയോയിൽ ഫുള്ളായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. മെറ്റാലിക് ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ബെൻഡ് പൈപ്പ്, വീണ്ടും മെറ്റാലിക് ബീഡ്, പിന്നെ നമ്മൾ കുന്ത സ്റ്റോണിൽ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പേൾ വെച്ചിട്ട് കുങ്കുരു ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതെൻ്റെ അടുത്ത് ആൾറെഡി സ്റ്റോക്കുള്ള നമ്മൾ റെഡിമെയ്ഡ് കുങ്കുരാണ്, ഞാൻ ചെയ്തെടുത്തിട്ടുള്ളതല്ല. എന്നിട്ടും ബാക്കിൽ നമ്മൾ മറ്റത് കെട്ടിട്ട് കൊടുക്കുന്നതിന് പകരം നമ്മൾ ഇത് ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അത്രേ വ്യത്യാസമുള്ളൂ. എൻ്റെ പ്ലെയറിൻ്റെ മൂർച്ചൊക്കെ പോയിട്ടുണ്ട് കുറേ. ഇപ്പോൾ കട്ട് ചെയ്തിട്ട് അപ്പം കട്ട് ചെയ്തിട്ട് എത്ര കട്ട് ചെയ്തിട്ടും അത് കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്ര ഉള്ളൂ. പിന്നെ ഇതിൻ്റെ നമ്മൾ കമ്മലുണ്ടാക്കുന്നുണ്ട് അതും. അപ്പോൾ ഞാൻ മെയിനായിട്ട് കാര്യം പറയാമെന്ന് വെച്ചാൽ, അത് പറയണമെന്ന് എനിക്ക് തോന്നി. ഞാൻ എൻ്റെ അടുത്ത് പിന്നെ ആൾ വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ, അത് പറയാം. ആദ്യം ഇതുവരെയും വിളിച്ചിട്ടില്ല. വിളിച്ചാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്കതിനുള്ള മാർഗ്ഗങ്ങളുണ്ട്. ഞാനിപ്പോൾ അത് ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് കൂടുതലായിട്ട് ശല്യം ചെയ്യുമ്പോഴാണ് ഞാൻ വാട്സപ്പ് ബ്ലോക്കാക്കി വെച്ചു. ഇനി വിളിക്കുകയാണെങ്കിൽ എനിക്ക് ബ്ലോക്കാക്കാൻ കഴിയാഞ്ഞിട്ടല്ല. പിന്നെ വെറുതെ അവരെ ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ, ഇതിനായിട്ട് മെനക്കെടണ്ടല്ലോ ഇങ്ങനത്തെ ആളുകൾ. അതുകൊണ്ടാണ്.
അപ്പോൾ നമ്മളിതാ ജംറിങ്സ് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ 2 ഹോൾ കുന്തനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും മറ്റേ 2 ഹോളിൽ തന്നെ നമ്മൾ കുങ്കുരു ചെയ്യാത്തൊരു 2 ഹോൾ കുന്തനൂടി ഇട്ടിട്ട് അതും ഇതുപോലെ തന്നെ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്, 1-2 പേര് കമൻറ്റായിട്ട് പറഞ്ഞതുകൊണ്ടും വാട്സപ്പ് മെസ്സേജ് അയച്ചതുകൊണ്ട് മാത്രമാണ് നമ്മൾ സൂചി നൂലിനല്ലാതെ ഗിയർ വെയറിൽ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഇനിയും കുറേ വെറൈറ്റീസ് നെക്ലേസ് നമ്മൾ ചെയ്യുന്നുണ്ട്. കുറച്ച് ടൈമിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ പോരാത്തതിന് ഇപ്പോൾ നെറ്റ് സ്ലോ ആണ്, അങ്ങനെയും പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, 1 ബൈ 1 ആയിട്ട് ഇങ്ങനെ കാണിച്ചാൽ നമ്മൾ കൊലുസിൻ്റെ പാദസരത്തിനും ചെയ്യുന്നുണ്ട്. പാദസരം ഒരു വീഡിയോയിൽ തന്നെ 2 മോഡൽ 2-3 മോഡൽ നിങ്ങൾക്ക് കാണിക്കാമല്ലോ എന്ന് കരുതിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഹുക്ക് ആൻഡ് ചെയിൻ. ഞാൻ എപ്പോഴും പറയുന്നത് ഹുക്ക് ആൻഡ് ചെയിൻ വിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ നേരെ ഇതിലൂടെ തന്നെ ഇടാൻ നോക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. അങ്ങനെ ഹുക്ക് ആൻഡ് ചെയിൻ ഇട്ട് കൊടുക്കുക. ജംറിങ്സിലൂടെ ആഡ് ആക്കിയതിന് ശേഷം ആദ്യം ജംറിങ്സ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഹുക്ക് ആൻഡ് ചെയിൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇത്രയേ ഉള്ളൂ. നമുക്കിതാ എന്നാൽ അത്യാവശ്യം ലെങ്ത്തിൽ നമുക്ക് കമ്മൽ നിൽക്കുകയും ചെയ്യും. പിന്നെ എന്താ പറയുക, കാണാനൊരു ഓവറായിട്ട് തോന്നിക്കില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ മെറ്റീരിയൽസ് വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കുക. കാരണം പെട്ടെന്ന് ജ്വല്ലറി ഐറ്റംസ് മെറ്റീരിയൽസ് എനിക്ക് പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്ന ഐറ്റംസാണ്. എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് തീരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് എന്നാ കിട്ടുകയെന്ന് അറിയില്ല, കാരണം ഓണക്കല്ലേ വരുന്നത്. ഓക്കെ, താങ്ക് യു.